ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. GF ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യത്തിൻ്റെ അവസാന വാക്യം, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ഇത് ഒരു ചെറുബാലൻ്റെ വെല്ലുവിളിയല്ല, അവനെയും അവൻ്റെ ജനത്തെയും വെല്ലുവിളിച്ചപ്പോൾ അവനിൽ നിന്നുണ്ടായ ഒരു എരിവാണ്. അസാധ്യമെന്ന് തോന്നുന്ന പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഭയന്നു നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു ചരിത്രമാണ് ഈ കൊച്ചു ഇടയബാലൻ്റെ അചഞ്ചലമായ വിശ്വാസം കൊണ്ട് സൃഷ്ടിച്ച മഹാത്ഭുതമായ ഒരു കഥ. അത് കഥയല്ല, ഒരു സംഭവ കഥയാണ്. പണ്ടൊരിക്കൽ ഇസ്രായേൽ ജനങ്ങളും ഫെലിസ്തരും തമ്മിൽ വലിയൊരു യുദ്ധം നടന്നു വരികയായിരുന്നു. ഫെലിസ്തരുടെ പക്ഷത്ത് മലപോലൊരു മനുഷ്യനുണ്ടായിരുന്നു. അവനായിരുന്നു ഗോലിയാത്ത്. 9 അടിയിലധികം ഉയരമുള്ള ഒരു രാക്ഷസൻ. കനമേറിയ വെങ്കല കവചങ്ങളും ഭീമാകാരമായ കുന്തവുമായി അവൻ ദിവസവും ഇസ്രായേൽ സൈന്യത്തെ വെല്ലുവിളിച്ചു. അവൻ്റെ മുമ്പിൽ ചെന്ന് യുദ്ധം ചെയ്യുവാൻ ഇസ്രായേലിലെ വീരന്മാരായ യോദ്ധാക്കൾ പോലും ഭയന്ന് വിറച്ചു. ഈ സമയത്താണ് തൻ്റെ ജ്യേഷ്ഠന്മാർക്ക് ഭക്ഷണവുമായിട്ട് ദാവീദ് എന്ന ഒരു കൊച്ചു ഇടയബാലൻ യുദ്ധക്കളത്തിലെത്തുന്നത്. വലിപ്പച്ചെറുപ്പമില്ലാതെ ദൈവത്തിൻ്റെ ജനത്തെ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ ദാവീദ് കണ്ടു. വലിയ ആയുധങ്ങളോ യുദ്ധപരിചയമോ ഇല്ലാതിരുന്നിട്ടും ആ രാക്ഷസനെ നേരിടാൻ ദാവീദ് മുന്നോട്ട് വന്നു. ശൗൽ രാജാവ് ദാവീദിന് തൻ്റെ യുദ്ധവസ്ത്രങ്ങൾ നൽകിയെങ്കിലും ഒരു ഇടയനായ ദാവീദിന് അത് ധരിച്ച് നടക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ അവയെല്ലാം ഊരിവെച്ചു. പകരം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയും ആറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത 5 മിനുസമുള്ള കല്ലുകളും തൻ്റെ കവണയും മാത്രമെടുത്ത് അവൻ ആ രാക്ഷസൻ്റെ നേരെ നടന്നു. ദാവീദിനെ കണ്ട ഗോലിയാത്ത് പരിഹാസത്തോടെ ഉറക്കെ ചിരിച്ചു. നീ വടിയുമായി എൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ എന്താ നായയാണോ എന്ന് അവൻ ചോദിച്ചു. എന്നാൽ ദാവീദിനെ ഒട്ടും ഭയം ഉണ്ടായില്ല. അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നീ വാളും കുന്തവുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ച ഇസ്രായേൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ഗോലിയാത്ത് ദാവീദിന് നേരെ അടുത്തേക്ക് ചെന്നു. ദാവീദ് ഒട്ടും സമയം കളയാതെ തൻ്റെ മടിശിലയിൽ നിന്നൊരു കല്ലെടുത്ത് കവണയിൽ വെച്ച് ശക്തിയായി ചുഴറ്റി എറിഞ്ഞു. ആ കല്ല് കൃത്യമായി ചെന്ന് ഗോലിയാത്തിൻ്റെ നെറ്റിത്തടത്തിൽ തറച്ചു കയറി. മല പോലെയുള്ള ആ ഭീമൻ നിലത്തേക്ക് മുഖം പൊത്തി വീണു. അങ്ങനെ ഒരു ചെറിയ കല്ലും ദൈവത്തിലുള്ള വലിയ വിശ്വാസവും കൊണ്ട് ദാവീദ് ആ മഹായുദ്ധം ജയിച്ചു. എന്താണ് ഈ സംഭവ കഥയുടെ സമാപ്തിയിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം? നമ്മുടെ ജീവിതത്തിലും ഗോലിയാത്തിനെ പോലെ വലിയ പ്രതിസന്ധികൾ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഭയപ്പെടരുത്. സാഹചര്യങ്ങളുടെ വലിപ്പമല്ല, നമ്മെ നയിക്കുന്ന ദൈവത്തിൻ്റെ വലിപ്പമാണ് പ്രാധാന്യം. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നമ്മുടെ മധ്യേ വലിയവനാണ്. അവൻ കോട്ടകളെക്കാൾ വലിയവനാണ്. അവൻ പർവ്വതങ്ങളെക്കാൾ വലിയവനാണ്. അതെ, ആ ദൈവത്തിൽ നാം ആശ്രയം വയ്ക്കണം. ദൈവത്തിൻ്റെ വലിപ്പമാണ് പ്രധാനം എന്ന ഈ സംഭവം നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ മുൻപിലുള്ള ശത്രു എത്ര വലുതാണെങ്കിലും നാം ദൈവത്തിൽ ആശ്രയിച്ച് അവൻ്റെ നേരെ നിൽക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും നമ്മുടെ ശത്രുവിനെ തോൽപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിലുള്ള അചഞ്ചലമായ ആശ്രയവും വിശ്വാസവും ഉണ്ടാകുവാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് ഈ വചനം ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ജീവിക്കുന്ന ഈ നാളുകളിൽ ഞങ്ങൾക്ക് നേരെ വരുന്ന ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഞങ്ങൾ നേരിടേണ്ടതായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അതിന് പ്രാപ്തിയും ത്രാണിയും ഇല്ലാതിരിക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവ് വലിയവനും ഭയങ്കരമായതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. യുദ്ധം കർത്താവിനുള്ളതാണ്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അങ്ങയുടെ കയ്യിൽ കാര്യങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കോണം പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട മക്കളെയൊക്കെ നീ അനുഗ്രഹിക്കണമേ കർത്താവ്. വിശേഷിച്ച ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ.